വെൽക്കം ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. നമ്മുടെ ബിസിനസ്സിന് 2-3 ബ്രാഞ്ചസ് ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് ഒരു വെയർഹൗസിലേക്കാണ് പർച്ചേസ് ചെയ്യുന്നത്. അതിനുശേഷം ട്രാൻസ്ഫർ ഓർഡർ വഴിയാണ് നമ്മൾ അതാത് ബ്രാഞ്ചിലേക്ക് മാറ്റിയിട്ട് അവിടെ സെയിലിനായിട്ട് എത്തിക്കുന്നതെന്ന് വിചാരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ തന്നെ ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫേഴ്സും ഉണ്ടെങ്കിൽ സോഹോ ബുക്സിൽ യൂസ് ചെയ്യാൻ പറ്റിയ മോഡ്യൂളാണ് ട്രാൻസ്ഫർ ഓർഡർ എന്ന് പറയുന്നത്. ഇൻവെൻട്രീൻ്റെ അണ്ടറിൽ നമുക്ക് ട്രാൻസ്ഫർ ഓർഡർ കാണാനായിട്ട് പറ്റും. നമ്മളൊരു ട്രാൻസ്ഫർ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ സെറ്റിങ്സിൽ ട്രാൻസ്ഫർ ഓർഡർ എന്നുള്ള പോതിൽ നമ്മൾ മോഡ്യൂൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് കോസ്റ്റ് പ്രൈസ് പ്രിഫറൻസ് എന്ന് കാണാനായിട്ട് പറ്റും. നമ്മൾ ഒരു ബ്രാഞ്ചിൽ നിന്നും വേറൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലാണോ ആവറേജ് പ്രൈസിലാണോ എന്ന് 2 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കോസ്റ്റ് പ്രൈസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രാഞ്ചിൽ നിന്ന് പോകുന്ന പ്രൈസിലായിരിക്കും അത് എടുക്കുന്നത്. അതിനുശേഷം അവിടേക്ക് ഫെച്ച് ആവുന്നത് അവിടുത്തെ ബ്രാഞ്ചിൻ്റെ ആ ഒരു ലാസ്റ്റ് പർച്ചേസ് പ്രൈസിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 2 പ്രൈസിലും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് പോകുന്ന വാല്യൂവിലായിരിക്കില്ല ആ ബ്രാഞ്ചിൽ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്നൊരു എമൗണ്ടിൽ P&Lലേക്ക് ഒരു വാല്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇല്ലാതാക്കാനാണ് നമ്മൾ ഈ ആവറേജ് പ്രൈസ് എന്നുള്ള ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ ട്രാൻസ്ഫർ ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ആവറേജ് പ്രൈസ് എന്നുള്ള ഈ സെറ്റിങ്സ് അപ്ഡേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യണം. അതിനുശേഷം വേണം നമ്മൾ ട്രാൻസ്ഫർ ഓർഡർ ചെയ്യാനായിട്ട്. ഇപ്പം എനിക്ക് 2 ലൊക്കേഷൻ ഉണ്ട് എൻ്റെ ബിസിനസ്സിൽ. ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് ഇൻവെന്ററി ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ട്രാൻസ്ഫർ ഓർഡർ എന്നുള്ള മോഡ്യൂൾ എടുക്കുക. ഇവിടെ നമ്മൾക്ക് നമ്പർ ഓട്ടോ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം സോഴ്സ് ലൊക്കേഷൻ കൊടുക്കുന്നു. ഇപ്പം ഞാൻ ഹെഡ് ഓഫീസിൽ നിന്നാണ് ഈ ലൊക്കേഷൻ 2 എന്നുള്ള ആ ഒരു ബ്രാഞ്ചിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾക്ക് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ബ്ലഡ് പ്രഷർ മോണിറ്റർ എന്നുള്ള പ്രൊഡക്റ്റാണ് ഞാൻ കൊടുക്കുന്നത്. ഇതിൻ്റെ 10 ക്വാണ്ടിറ്റീസ് ആണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ നമുക്ക് പ്രൈസിംഗ് ഒന്നും സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ടാണ് ആ പ്രൈസിംഗ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇനിഷ്യേറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ചിൽ തന്നെ എന്ത് ചെയ്യാം, മാർക്കാസ് ട്രാൻസ്ഫേർഡ് എന്ന് കൊടുക്കാം. ഇനി അതല്ല, അത് റിസീവ് ചെയ്യുന്ന ബ്രാഞ്ചിനാണെങ്കിലും മാർക്കാസ് ട്രാൻസ്ഫേർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഐറ്റത്തിൻ്റെ സ്റ്റോക്ക് ഇൻ ട്രാൻസിറ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ബ്ലഡ് പ്രഷർ മോണിറ്റർ എന്നുള്ള ഈ ഒരു ഐറ്റം നമ്മൾ ഇതുപോലെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ടാവും. 10 ക്വാണ്ടിറ്റി ഇൻ ട്രാൻസിറ്റ് ആണ്. അത് ലൊക്കേഷൻ 2ലേക്ക് എത്തിയിട്ടുമില്ല, ഹെഡ് ഓഫീസിൽ നിന്ന് പോയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതുപോലെ ഈ പ്രൊഡക്റ്റ് നമ്മൾ ലൊക്കേഷൻ 2ൽ റിസീവ് ചെയ്തു. അപ്പോൾ അവർ ഇതുപോലെ മാർക്കാസ് ട്രാൻസ്ഫർ എന്നുള്ളത് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡേറ്റും കൊടുക്കാം എന്നാണ് നമ്മളിത് റിസീവ് ചെയ്തതെന്നുള്ളത്. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ ഒരു എൻട്രി പോസ്റ്റ് ആവുന്നുണ്ടാവുക. ഈ എൻട്രി പോസ്റ്റ് ആവാനായിട്ട് ഇൻവെന്ററി വാല്യുവേഷൻ്റെ ഒരു ടൈം എടുക്കും. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ എൻട്രി പോസ്റ്റ് ആവുന്നത്. ഈ എൻട്രി പോസ്റ്റ് ആവുന്ന ടൈമിലാണ് നമ്മൾ ഇതുപോലെ ഡിഫറൻസ് കാണുന്നത്. ഇതേപോലെ ഈ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ടിൽ ഒരു എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഇതാണ്, നമ്മൾ ആ കോസ്റ്റ് പ്രൈസ് എന്നുള്ളതാണ് ഇനേബിൾ ചെയ്തേക്കുന്നത്. അതിന് പകരം നമ്മളത് ആവറേജ് പ്രൈസിലേക്ക് മാറ്റിയാലാണ് ഒരു ഡിഫറൻസും ഇല്ലാതെ ഇവിടുന്ന് ഒരു പ്രൊഡക്റ്റ് അവിടേക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ടാവുക. ഇതുപോലെ തന്നെ പുതിയതായിട്ട് ഈ ട്രാൻസ്ഫർ ഓർഡറിന് സോഹോ ബുക്സ് റിപ്പോർട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഇൻവെന്ററിൻ്റെ അണ്ടറിൽ ട്രാൻസ്ഫർ ഓർഡർ സമ്മറി എന്നും ട്രാൻസ്ഫർ ഓർഡർ ഡീറ്റെയിൽസ് എന്നും കാണാനായിട്ട് പറ്റും. സമ്മറിയിൽ അവർ ഒരു പ്രൊഡക്റ്റ് വൈസ് ആയിരിക്കില്ല, ലൊക്കേഷൻ വൈസ് ആയിട്ട് ഡേറ്റ് വൈസ് ആയിട്ട് ഇതുപോലെ കൊടുക്കുന്നുണ്ടാവും. ഡേറ്റ്, അതിൻ്റെ എത്ര ക്വാണ്ടിറ്റി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലൊക്കേഷനിൽ നിന്നും ആ ഒരു ലൊക്കേഷനിലേക്ക്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഐറ്റം കൂടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഐറ്റമാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതെന്നുള്ളത്.